രണ്ടാമത്തെ കാര്യം അൽ കലാമു ബി കലാമി ദുനിയ ഇൻദ സമാഇൽ ഖുർആൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ ബാങ്ക് ഖുർആൻ കേൾക്കുന്ന സമയത്ത് സംസാരിക്കുക. ഖുർആൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ട്. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. ഖുർആൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വൈദാ ഖുരിഅൽ ഖുർആനു, ഖുർആൻ നിങ്ങളിലേക്ക് ഓതപ്പെട്ടാൽ ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധയോടെ അത് കേൾക്കണം. വൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണം, ശ്രദ്ധയോടെ കേട്ടിട്ട് അത് മിണ്ടാതിരിക്കണം, സംസാരിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തേക്കും. വിശുദ്ധമായ ഖുർആന്റെ കൽപ്പനയാണ്. അത് മൊബൈലിലാണെങ്കിലും അതിന് ടൈപ്പ് റെക്കോർഡിലാണെങ്കിലും അല്ല ഇനി കാലത്തിലൂടെ കേൾക്കുകയാണെങ്കിലും ഖുർആൻ കേൾക്കുന്നുണ്ടോ എന്നാ മിണ്ടാതിരിക്കണം. നമ്മളെ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ ഇടണ്ട. അതാണ് ഞാൻ പറഞ്ഞേ, ഒരു പരിപാടിക്കും ഖുർആൻ ഇടുന്നതിനാ അവിടെ പാട്ടിട്ടാവൂലേ? അത് കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അലാമത്ത് ഉണ്ടാവാന്നല്ലല്ലോ ഉള്ളൂ ലക്ഷ്യം. ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെന്ന് അലാമത്ത് അറിയിക്കാൻ ഖുർആൻ എന്തിടണമെന്നുണ്ടോ? ചില ആൾക്കാർക്ക് അതന്നെ വേണം ഇട്ടോ ഇടുകയാണെങ്കിൽ അത് കേൾക്കാം. അത് എവിടേക്കൊക്കെ കേൾക്കുന്നുണ്ടോ അവരൊക്കെ കേട്ടിരുന്നോളണം. അത് നിർബന്ധമായ ഒരു ഘടകമാണ്. അല്ല എങ്കിൽ മരിക്കുന്ന സമയം അവനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഹാനായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ, അവര് രാജാവാണ്. അവരൊരു ദിവസം ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന കണ്ടപ്പോ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ച്, എന്തേ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ? അപ്പൊ മഹാനവറുകൾ പറയാൻ, ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ഹാപ്പി മാത്രമേ ഉള്ളൂ, വലിയ പ്രയാസങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. എന്റെ കാരണം എന്താ അറിയോ? കിതാബുകളൊക്കെ വെക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകളൊക്കെ വെക്കപ്പെട്ടിട്ടുള്ള കുതുബ് ഖാനയിലേക്ക് ഞാൻ ഇങ്ങനെ പ്രവേശിച്ചു. അപ്പോ ഫറഅയ്തു മുസ്ഹഫൻ, ഞാനൊരു മുസ്ഹഫിനെ കണ്ടു, ഖുർആനെ കണ്ടു. വഖദ് വുളിഅ ഫൗഖഹു കിതാബി, ഞാന് ഒരു ഗവർണർക്ക് എഴുതിയ ഒരു കത്ത് ആ കിതാബിന്റെ ഖുർആനിന്റെ മേലെ ഇങ്ങനെ വെക്കപ്പെട്ടത് ഞാൻ കണ്ടു. ശക്തമായി ഞാൻ ദേഷ്യം പിടിച്ചു. വഖുൽതു, എന്നിട്ട് ഞാൻ ആ ഗവർണറോട് ചോദിച്ചു, ആ യൂദഉ കലാമി ഫൗക കലാമില്ലാഹ്, അള്ളാഹുവിന്റെ കലാമിന്റെ മേലെ എന്റെ കലാമിനെ നിങ്ങൾ കയറ്റിവെക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് ചീന്തിക്കളഞ്ഞു. ഈ ഒരു കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് സന്തോഷങ്ങൾ നൽകി. എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഓതിയാണ്ട് കണ്ണട ഉരിയാണ്ടായി നോക്കും, അല്ലെങ്കിൽ തസ്ബീഹിന്റെ മാലക്കാര അടയാളത്തിന് പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും മേലെയായിരിക്കണം. അതിന്റെ മേലെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പേപ്പർ കഷ്ണം പോലും വെക്കരുത് എന്നാ. ഇനി അതിൽ അടയാളം വെക്കുകയാണെങ്കിൽ തന്നെ വളരെ നേരിയത് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. വളരെ നേരിയത്. ഇനി അതിലുള്ള ഒരു അടയാളം ഉണ്ടെങ്കിൽ ഇതിനെന്തിനാ കുറെ പേപ്പർ വെക്കുന്നത്? ഖുർആൻ എന്തിനാ മടക്കുന്നത്? ഖുർആൻ അത് പിടിക്കുന്നതിലും എല്ലായിടത്തും വളരെ ബഹുമാനമാണ്, ശ്രദ്ധിക്കാൻ പറ്റണം. ഞാൻ ഇത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വളരെ ശ്രദ്ധ വേണം. മഹത്തുക്കൾ അത് പഠിപ്പിച്ചതാണ് ഖുർആന്റെ കാര്യം.